ഇത് ആക്ച്വലി മുത്തശ്ശനും മുത്തശ്ശിയുടെയും മുറിയായിരുന്നു. അവരില്ലാത്തതുകൊണ്ട് പിന്നെ ഇതൊരു ഗസ്റ്റ് റൂം ആയിട്ട് മാറ്റി. ഇന്ന് ആക്ച്വലി ഒരു ഗസ്റ്റ് ഉണ്ട്, പക്ഷെ നിങ്ങളെ കാണണം പറഞ്ഞതുകൊണ്ട് ആ ഗസ്റ്റിന്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്, വന്ന ഒന്ന് കാണിക്കും ചിലപ്പോൾ റൂം എന്നൊക്കെ. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ പോലെ ദേ ഗസ്റ്റ് ഇവിടെ ഉണ്ട്, അരുൺ. എന്താ ഒരു ബിഹൈൻഡ് വുഡ്സ് തിരക്കിലാണെന്നറിയുന്നു, നമ്മൾ ശല്യം ചെയ്യുന്നില്ല. തിരക്കൊന്നുമില്ല, പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ആംബിയൻസ് കൂടിയാണല്ലോ. മെയിനായിട്ട് ഞങ്ങളൊരു പടം ചെയ്യാൻ പോകണ്ട, അരുണാണ് ഡയറക്ട് ചെയ്യാൻ പോകണം. അപ്പൊ അതിന്റെ സ്ക്രിപ്റ്റിംഗിന്റെ ഫൈനൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാനും അരുണും കൂടെ കുറച്ച് ദിവസം, അരുൺ കുറച്ച് ദിവസം ഫ്രീ ആണ്, ഞാൻ ഇപ്പൊ ഇത്തിരി മൊത്തത്തിൽ ഫ്രീ ആണ് കുറച്ച് ദിവസത്തേക്ക്. അപ്പൊ അരുൺ ഇപ്പോ ഫ്രീ ആക്കി വന്നതാണ് ഇതൊന്ന് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ, നമ്മൾ ശല്യം ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് നമ്മുടെ മുത്തശ്ശൻ ഇവിടെ ഉള്ളത്. ആ ബീറോ ആണ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ്. ഇതിൽ ആക്ച്വലി മുത്തശ്ശന്റെ പഴയ ഡയറി, കുറേ എഴുതിയ സംഭവങ്ങള്, അതൊക്കെ അതേപോലെ ഇവിടെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുത്തശ്ശന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉണ്ട്, മുത്തശ്ശന്റെ ഡയറീസ് ഉണ്ട്, എൻ്റെ അച്ഛനെ കുഞ്ഞായിരിക്കുമ്പോൾ പറ്റിയിട്ടുള്ള മുത്തശ്ശൻ എഴുതി വെച്ച കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു ചരിത്രം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലപ്പോഴും ഡയറി വീട് പോലെ തന്നെ ഈ ഡയറി വായിക്കുമ്പോൾ എനിക്ക് വേറൊരു കാലഘട്ടത്തേക്ക് പോയ പോലെ ഞാൻ മുത്തശ്ശനെ കണ്ടിട്ടുണ്ട്. എനിക്ക് 7 വയസ്സാകുമ്പോഴാണ് മുത്തശ്ശൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശനെ ഞാൻ കൊച്ചായിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്ര അടുത്തറിയാൻ പറ്റിയില്ല, ഞാൻ കുഞ്ഞായിരുന്നല്ലോ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഈ റൂമിൽ വരുമ്പോൾ എനിക്ക് ഇതിലൂടെയൊക്കെ എനിക്ക് ഒരുപാട് അവരെയും അടുത്തറിയാൻ പറ്റും. ഈ വീട് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് മുത്തശ്ശന്റെ ഒരു ഫീൽ എപ്പോഴും ഉണ്ടാവും. അത് ഞാൻ വെറുതെ എമോഷണൽ ഇതിന് പറയല്ല, അത് ഫാക്റ്റ് ആണ്. ബിക്കോസ് മൂപ്പരുടെ ഡ്രീം ആയിരുന്നു ഈ വീട് എന്ന് പറയുന്നത്, എന്റെ മുത്തശ്ശന്റെ ഡ്രീമാണ്. ആ ഡ്രീം ഈസ് കണ്ടിന്യൂയിങ്. അതന്നെ എനിക്ക് തോന്നുന്നു ഹിൽ ബി ഹാപ്പി. എത്ര ബെഡ്റൂംസ്? ഇതിൽ 6 ബെഡ്റൂം ഉണ്ട്, അറ്റാച്ച് ബാത്റൂം ആയിട്ടുള്ളത്. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ചെറിയ സ്റ്റോർ റൂം പോലെയുണ്ട്. നമ്മൾ പറയായിരുന്നു ആക്ച്വലി ആ കാലഘട്ടത്തിലും അറ്റാച്ച്ഡ് ബാത്റൂം വെച്ചിട്ടാണ് പണിതെന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്ത് അത്രയും കൺസ്ട്രക്ഷനും കാര്യങ്ങളും നോക്കി ചെയ്ത ഒരു വ്യക്തിയാണ്. ഡെഫിനറ്റ്ലി. ഇത് അച്ഛനും അമ്മയുടെ റൂമാണ്. ഇത് ചെറിയച്ഛനും ചെറിയച്ഛന്റെ വൈഫും ഇവിടെ വരുമ്പോൾ അവരെപ്പോഴും ഉണ്ടാവാറില്ല, അവരവരുടെ മക്കളുടെ അവിടെയൊക്കെ പോകാറുണ്ട്. പക്ഷെ അപ്പോൾ ഇവിടെ ഉണ്ടാവുമ്പോൾ അവരും ഇതാണ്. ഇത് എന്റെ മോന്റെ റൂമാണ്. കിച്ചൺ എവിടെ? കിച്ചന്റെ അടുത്ത ഡോർ തന്നെയാണ് കിച്ചൺ. അതാണ് എന്റെ അമ്മയുടെ സാമ്രാജ്യം എന്ന് പറയുന്നത്, അതാണ് കിച്ചൺ ആണ്. അപ്പം ഇവിടെ രാത്രിയൊക്കെ കട്ട് തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ നിന്നൊക്കെ ഓടി വന്ന് ഇവിടെ വന്നിട്ട് കുറച്ച് ഓടാനുണ്ട്. ഓക്കെ, വരണോ? കിച്ചണിൽ കാണണോ നിങ്ങൾക്ക്? വരും. എന്താ പരിചയം ഇതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഓരോ ട്രിപ്പിൽ പോകുമ്പോ എന്താ പറയാ, ഓരോ എല്ലാവർക്കും ട്രാവലിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ ഓരോ ട്രിപ്പിന് പോകുമ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്ന സൂവനിയർ പോലെ. പിന്നെ ഞാൻ ചോദിച്ചു, ഇവിടെ കുറെ ഫസ്റ്റ് റാങ്ക് ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി പിള്ളേർക്ക്. എനിക്ക് ഫസ്റ്റ് റാങ്ക് ഒന്നും അത്ര കിട്ടിയിട്ടില്ല. എന്റെ പിള്ളേർ പക്ഷെ 3 ആൾക്കാരും അടിപൊളിയായിട്ട് പഠിക്കുന്ന ആൾക്കാരാണ്. എന്റെ മോൻ ആക്ച്വലി സ്പെല്ലിംഗ് ബി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ യൂട്യൂബിലൊക്കെ കാണാമല്ലോ, US നടക്കുക. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടന്നപ്പോൾ അവന് നാഷണൽ സെക്കൻഡ് വന്നിട്ടുണ്ട്, ഓൾ ഇന്ത്യ ലെവലിൽ സെക്കൻഡ് വന്നത്. അപ്പൊ അത് അവരുടെ എന്റെ 3 മക്കളുടെയും ഇത്രയും വർഷം അവർ 3 പേര് ഇപ്പോൾ വർക്ക് ചെയ്യണം.